ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ ഈവനിങ് ടു നൈറ്റാണ്, വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ, രാത്രിയിലൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കിച്ചണിൽ പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ നമ്മൾ KFCയിലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, അതും പിന്നെ കുബൂസുമാണ് രാത്രിയിലെ ഫുഡ്. അപ്പോൾ അതുണ്ടാക്കണം, അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കിച്ചൺ കബോർഡിൽ ബാഡ് സ്മെല്ല് വരുന്നുണ്ട്, അതിനെന്താ ചെയ്യാന്ന് ഒരാൾ കമൻ്റാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കണം കേട്ടോ. നമ്മളെ കിച്ചൺ കബോർഡൊന്നും അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ, കൂറ പാറ്റ എന്നിൻ്റെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ക്ലീനിങ് രീതി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുവെക്കുക. കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻസുകൾ അറിയിക്കട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം മുതലാണ് തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇന്നും ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, കല്യാണത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ അല്ല് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടെന്ന്. അപ്പോൾ അത് എടുത്ത് വെക്കണേ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതും നമ്മളെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റിവിറ്റി വരുത്തുന്ന ഒരു കാര്യം കേട്ടോ. നമ്മളെ വീട്ടിൽ തുണികൾ പരത്തിയിടുക അല്ലെങ്കിൽ അതങ്ങനെ കൂട്ടിയിടുക, അതൊക്കെ ഒരു നെഗറ്റിവിറ്റി വരുത്തുന്ന കാര്യമില്ലേ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായാലും എവിടെയായാലും പോസിറ്റിവിറ്റി വരണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആ കൃത്യതയോട് കൂടി ചെയ്യണമല്ലേ. അപ്പോൾ ഞാൻ അയൽമെന്ന് തുണി കൊടുന്ന് വെച്ച് അവിടെ തന്നെ മടക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി വെച്ച സമയത്താണ് മോന് മദ്രസയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അവന് മദ്രസയ്ക്ക് പോകുമ്പോൾ എന്നോട് പറയാണ്, ഇന്ന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കുബൂസും. അപ്പോൾ അത് വാങ്ങി തരുമെന്ന് കേട്ടോ ഫസ്റ്റായിട്ട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ മക്കൾക്കൊക്കെ. സ്കൂൾ വിട്ട് വന്നിട്ട് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരമാണ് അവനക്ക് മദ്രസ ഉള്ളത്. അങ്ങനെ അവനെ വിട്ടതിൻ്റെ ശേഷം ഞാൻ വന്നിട്ട് ഇതാ തുണികളൊക്കെ മടക്കി വെക്കുകയാണ്. മോൻ്റെത് മോനും മോളത് മോളും ഉണ്ട് തുണി മടക്കി വെക്കുക. എൻ്റെത് പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ വേറെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ മടക്കി വെക്കൽ. അതവർക്കൊരു ശീലാക്കി കൊടുത്തുകയാണ്. കാരണം ഞാൻ ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട കാര്യങ്ങൾ വരിക അങ്ങനെയൊക്കെ വരികയാണെങ്കിലും അവരുടെ ഡ്രസ്സ് എവിടെ വെക്കേണ്ടത് എന്നുള്ളതും അത് എങ്ങനെ വെക്കേണ്ടത് എന്നുള്ളതും അവർക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് ചെറുപ്പം മുതൽ അതൊന്നും ഞാൻ ശീലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അവരങ്ങനെ ഡ്രസ്സ് മടക്കി വെച്ചിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവർ ഡ്രസ്സ് കെടുക്കണുണ്ട്, അവരപ്പം അതെടുത്ത് വെക്കൂട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളെപ്പോഴും മക്കളെ കൊണ്ട് ശീലാക്കി കൊടുക്കണം. ചെറുപ്പം മുതലേ ചെയ്യേണ്ട കാര്യമായിട്ട് കഴിച്ച പാത്രം കഴുകാനും പറയണം. അവരിട്ട ഡ്രസ്സ് ഇനിയിപ്പോൾ അലക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് വെക്കേണ്ട സ്ഥലത്ത് കൊടുന്ന് വെക്കാൻ വേണ്ടി പറയണം. പിന്നെ തുണികൾ ഇതുപോലെ ഉണക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചെടുക്കും, അത് മടക്കി വെക്കാനും പറയണം കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ ഏത് മക്കളെ കൊണ്ട് നമ്മൾ ശീലാക്കി കൊടുക്കണം. അത് ആൺകുട്ടിയാണെന്നോ പെൺകുട്ടിയാണെന്നുള്ളതൊന്നും വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇത് ഇവർക്ക് നല്ല യൂസാവും. ഇവർക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി പഠിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. വൈകുന്നേരങ്ങളിലും രാത്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇത് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യങ്ങളേ ഉണ്ടാവുള്ളൂ. അത് കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതൊന്ന് ശീലാക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വെക്കേണ്ടത്, ബെഡ്ഷീറ്റ് ഇത് നമ്മളിങ്ങനെ ഈ എലാസ്റ്റിക്കും ബെഡ്ഷീറ്റാണ് ഓൾറൗണ്ടഡ് എലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മളത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മടക്കി വെച്ചാലും ഒന്നും ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു തലേണൻ്റെ കവറിൽ വെച്ചിട്ട് പില്ലോ കവറിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കിയാണ്ട് വെക്കൂട്ടോ. പിന്നെ ഒരു തലേണ കവറും കൂടി ഉണ്ടാവുമല്ലോ, അതും കൂടി വെച്ചിട്ടും കണ്ട് ആണ്ട് ഫോൾഡ് ചെയ്തിട്ട് മടക്കിയാണ്ട് വെക്കൂട്ടോ. അപ്പോൾ അതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കവർ നമ്മൾ എടുക്കുമ്പോൾ താഴത്ത് വീണ് മിസ്സാവാതിരിക്കാനായിട്ടും ഇടയ്ക്ക് അങ്ങനെ മടക്കി വെക്കൂട്ടോ. അത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വിനെഗറിൽ ഇങ്ങനെ ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡ് ചിക്കനെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ കുത്തി കൊടുക്കണം കൂടി ഇട്ടാ. അപ്പോൾ 10 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് സുർക്കയിലിട്ടിട്ട്. എന്നിട്ട് ഊറ്റിയിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ കുഴച്ചിട്ട് വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുളിയുള്ള തൈരാണ്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
1/4 സ്പൂണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂണ് ഇതും ഇട്ടിട്ടുണ്ട്, അപ്പം കുരുമുളക് പൊടി ഇട്ടാ. ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് നമ്മൾ സുർക്ക കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു 1/4 സ്പൂണോളം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കൂട്ടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ 2 മണിക്കൂറൊക്കെ വെക്കുമല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ട് ഉപ്പ് റെഡി ആയിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ചിക്കനൊക്കെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിങ്ങാണ്ട് വെക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതിൽ അളവ് 1 കിലോന് ഇല്ലട്ട, ഈ ചിക്കന് ഒരു 3/4 കിലോനോളം ചിക്കൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറൊക്കെ 1/4 സ്പൂൺ ഇട്ട് കൊടുത്തത്. നമ്മളെ സ്പൂൺ കുറച്ച് വലിയ സ്പൂണാണ്, ചെറിയ സ്പൂണാണെങ്കിൽ 1/2 സ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഇളം ചൂടുവെള്ളം 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 സ്പൂണ് നമ്മൾ എന്താ പറയുക ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുത്ത് അതേ അളവിൽ തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു നമുക്കൊരു 8 കുബൂസോളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇനി കുറേശ്ശെ ഈ ഈസ്റ്റ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണ്ട, ഒന്നിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഴിക്കരുത്. അപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത്, നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ നനവ് എത്രയാണ് ആവശ്യമുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. അപ്പോൾ എനിക്കത് കറക്റ്റ് ആയിട്ടാ. അപ്പോൾ 1/2 കപ്പ് ഞാൻ ഇങ്ങനെ മൈദക്ക് ഞാൻ 3/4 ഗ്ലാസ്സിലാണ് ഈസ്റ്റ് ഇട്ട് വെക്കലിട്ടാ. അപ്പോൾ അത് കറക്റ്റാണ് നമുക്ക് അളവ്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴക്കൽ നന്നായിട്ട് കിട്ടണം, അപ്പോഴാണ് നമ്മളെ കുബൂസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വരിക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്നല്ല നമ്മൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ കുഴക്കൽ കറക്റ്റായിട്ട് കുഴക്കണം. അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കുഴക്കലൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതും ഇനി 1 മണിക്കൂർ വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ 2 ബൗൾക്ക് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ബൗൾക്ക് 2 സ്പൂൺ എടുത്തിട്ടുള്ളത്. അതേ അളവിൽ 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ കുഴച്ചെടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതവിടെ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേറൊരു പാത്രത്തിൽ മൈദ എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് നമ്മൾ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ഒരു നുള്ളി ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മളിനി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പാലിൽ കലക്കി വെച്ചിട്ടുള്ള ആ മൈദയിൽ. പിന്നെ നമ്മൾ മൈദേൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നനവൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഈ മൈദയിൽ മുക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നന്നായിട്ട് പൊടി ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നന്നായി കവർ ചെയ്തതിൻ്റെ ശേഷം ഒന്നിങ്ങനെ ഇതുപോലെ തട്ടി കൊടുക്കണം. തട്ടിയിട്ട് വേണം നമ്മളിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഫ്രൈഡ് ചിക്കൻ്റെ നമ്മളെ പുറമേയുള്ള ക്രിസ്പിനെസ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് തട്ടിയിട്ട് വേണം, നന്നായിട്ട് മൈദയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് കൊട്ടിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. അപ്പോഴാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല വെന്തിട്ട് സോഫ്റ്റൊക്കെ ആയി കിട്ടുള്ളൂ. നമ്മളിത് 2 മണിക്കൂർ ഇങ്ങനെ മസാല ഒക്കെ കൂട്ടി വെച്ച കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലൊക്കെ നല്ല മസാലയും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈഡ് ചിക്കന്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാതെ ഇവിടുന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ
നമ്മളൊരു മണിക്കൂർ ഇപ്പോൾ ഫ്രൈഡ് ചിക്കനൊക്കെ ആയി വന്നപ്പോഴേക്കും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓരോരോ ബൗളുകളാക്കിയിട്ട് മാറ്റാം. ഒരു 8 കുബൂസാണ് ഞാനിത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ അങ്ങനെ ഉരുളകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് കുബൂസും സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷേ അത് അങ്ങനെ ഒരു കളർ ചേഞ്ച് വരും. നമ്മൾ ഓവനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, അതേ സെയിം വൈറ്റ് കളറിൽ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും, എന്നാലും നല്ല അതേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ അത് ഓരോന്നായിട്ട് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം നമ്മൾ തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കുക. നമ്മൾ കുബൂസിനെ അറിയാലോ, ആ ഒരു രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക. ഓവർ ഇങ്ങനെ വട്ടുവാവരുത്. അപ്പോൾ ഒരു കറക്റ്റ് അളവിൽ നമ്മൾ പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അങ്ങനെ പൊങ്ങിയിട്ട് വേണം നമ്മൾ കുബൂസ് എപ്പോഴും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് കുബൂസ് നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുബൂസിൻ്റെ അതേ രീതിക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ പറഞ്ഞ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും. നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റൗവിലിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന കാരണം കൊണ്ടാണ്. അതല്ല ഓവനിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് അതേ കളറിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ കുബൂസ് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരൊറ്റ പൊള്ളനായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒരു നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ജസ്റ്റായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടി കണ്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചും കണ്ട് പൊള്ളനായിട്ട് വരും. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കല്. ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുമ്പോഴും നല്ല അങ്ങനെ പൊങ്ങി വരലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ദിവസമോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചപ്പാത്തിക്കോ ഒന്നിനൊരു കേടൊന്നും വരില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ പറഞ്ഞ പോലെ ആ സോഫ്റ്റ്നെസ്സും നഷ്ടപ്പെടില്ല കേട്ടോ, നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മോന് മദ്രസ ഇട്ട് വരാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ 8 മണിയൊക്കെ ഔട്ട് ഇശാ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് മദ്രസ വിടൽ. ആ സമയമായപ്പോഴേക്കും നമ്മൾ ഇത് കുബൂസും ഫ്രൈഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നോട് ഒരാൾ ഫ്രൈഡ് ചിക്കന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ളത്. അങ്ങനെ കേട്ടോ, നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. കുബൂസും ഫ്രൈഡ് ചിക്കനും സിമ്പിളാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുള്ള ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും. അപ്പോൾ നമ്മുടെ കുബൂസ് ഇതാ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ കണ്ട നല്ല സോഫ്റ്റ്നെസ്സിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുകയാണ്. ഇനി നമ്മൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു കേട്ടോ. നമ്മൾ രാത്രിയിൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നല്ല ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. അതിനെന്താണ് ചെയ്യാമെന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് നമ്മൾ അടിയിലേക്ക് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഹാൻഡ് വാഷ് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വെള്ളമാണ് ചേർക്കുന്നത്. അങ്ങനെ വെള്ളം ചേർത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. അപ്പോൾ 1 സ്പൂണ് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് കൊടുക്കുക. എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലും സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ചെയ്യുന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കബോർഡിൻ്റെ ഉള്ളിൽ കൂറ, പല്ലി അങ്ങനെയുള്ള ശല്യങ്ങളും കുറവായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇതൊക്കെ നമുക്ക് കുറേ മുന്നുള്ള ഒരു കിച്ചനും എത്ര വർഷമായിട്ടുണ്ടാവും, ഒരു 12 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കയറിയിട്ട്. അപ്പോൾ അന്നത്തെ ഒരു കബോർഡ്, അന്നത്തെ കിച്ചന് ഒക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രാണി ശല്യങ്ങളോ അല്ലെങ്കിൽ ഈ എന്താണ് പാറ്റൻ്റെ കൂറൻ്റെ ശല്യങ്ങളോ അല്ലെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന രീതി എന്നുള്ളത് രാത്രിയിലാണ് ഇത് ചെയ്യണത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴോ ഒക്കെ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ പിടിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ സ്പ്രേ ബോട്ടിൽ നിന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ യാർഡ്ലിയുടെ ഹാൻഡ് വാഷാണ് യൂസ് ആക്കൽ. അതുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ നമ്മൾ സോഡാപ്പൊടി നല്ല ടൈലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ മിക്സിയോ അല്ലെങ്കിൽ എവിടെ തുടച്ചെടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ സോഡാപ്പൊടി നമുക്ക് ഉപകരിക്കും. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയിൽ തുടക്കണതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ തുടച്ചിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കോളം അതിൻ്റെ സ്മെല്ല് അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അങ്ങനെ വേറെ
വേറെ പ്രാണികളും കാര്യങ്ങളൊന്നും വല്ലാതെ വരില്ല. അപ്പോൾ അതാണ് രാത്രിയിൽ ഇത് ചെയ്തിടണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം അത് ഇവിടെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കണുണ്ട്. ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കൊണ്ട് എപ്പോഴും ഇതൊരു ശീലമാക്കി പോവുക. കയ്യിൽ എന്ത് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ച് വെക്കണ ഒരു ശീലം നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ അടിയിലുള്ള ഇതാണ് ഞാൻ കാണിക്കണേ. ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഉള്ള പാത്രങ്ങൾ മുഴുവൻ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ കുറേ പാത്രങ്ങൾ വെക്കലിട്ട്. അതിൻ്റെ പാനുകൾ, കുക്കറുകൾ, അങ്ങനെ കുറേ പാത്രങ്ങൾ അതൊക്കെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഈ സ്പ്രേ ബോട്ടിലുള്ള നമ്മളെ ഹാൻഡ് വാഷൊക്കെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ ഈ നമ്മൾ ടവൽ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റേത് ഷെൽഫൊക്കെ എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് കുറേ മുന്നേ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് എന്താണെന്നുള്ളത്. ഇത് അലുമിനിയം അല്ല, പിന്നെ മൾട്ടി വുഡോ അങ്ങനെയൊന്നും അല്ല. അത് എന്താണെന്നുള്ളത് മെറ്റീരിയൽ എന്താണെന്ന് എനിക്കല്ല. പക്ഷെ നനച്ചാൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരതി തുടക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റ് കുറേശ്ശെ ഇളകുന്നുണ്ട്. അത് കുറേ വർഷമായില്ലേ, അതുകൊണ്ടാണ്. റെഡ്മെന്ന് കുഴപ്പമില്ല, പക്ഷേ ബ്ലാക്ക്മത്തെ ചില പെയിൻറ്റുകളൊക്കെ അത് അങ്ങനെ ഒരതി ഇതായിട്ട് ഒന്നല്ല, നമ്മൾ കുറേ അതിൽ യൂസ് ആക്കണം, അതിൻ്റെ ആയിരിക്കും. പക്ഷേ നനച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നനച്ച് തുടച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട്. ഇനി നേരം വെളുത്തതിൻ്റെ ശേഷമാണ് നമ്മളിതിൽ സാധനങ്ങളൊക്കെ വെക്കുക കേട്ടോ. അതുവരെ അതങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഡ്രൈ ആയിട്ട് അപ്പോൾ ആ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രാണികളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ ആ തുടച്ച ഉടനെ തന്നെ സാധനങ്ങൾ വെക്കാൻ കേട്ടോ. രാവിലെ വെച്ചാൽ മതി. പിന്നെ നമ്മളിത് അടുപ്പിൻ്റെ സൈഡും അതുപോലെ തന്നെ ആദ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി വേറൊരു ഷെൽഫിലത്തെ സാധനങ്ങൾ കൂടി മാറ്റാണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ നല്ലൊരു സ്മെല്ലും നല്ലൊരു ക്ലീൻ ആയിരിക്കും കേട്ടോ. പിന്നെ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മളെ ബോട്ടിൽസൊക്കെ ഫില്ലാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. കിച്ചണിൽ പോസിറ്റിവിറ്റി നമ്മൾ ചെയ്യുന്ന പണിക്കനുസരിച്ചിട്ടാണ് നമുക്ക് പോസിറ്റിവിറ്റി കിട്ടുക കേട്ടോ. നമ്മളത് കുറേ ഒരു സമയം എടുത്ത് പണിയെടുത്ത് വെച്ചിട്ടൊന്നും നമുക്കങ്ങനെ എല്ലാ ഭാഗവും ക്ലീനായിട്ട് അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കിച്ചണിൽ നിന്ന് പണിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചെറുതായാലും വലുതായാലും സൗകര്യമുള്ളതായാലും സൗകര്യമില്ലാത്തതായാലും അതൊക്കെ നമ്മൾ എടുക്കണ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ രാത്രി തന്നെ നമ്മൾ ഈ എന്തെങ്കിലും ഫില്ല് ചെയ്തൊക്കെ നമ്മൾ ബോട്ടിൽ നമ്മൾ ഒക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാത്രിയിൽ തന്നെ ആക്കി വെക്കട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് പണിയെടുക്കുമ്പോൾ അത്ര ഒരു അല്ലെങ്കിൽ ഒരു ദേഷ്യം വരില്ല. നമുക്കിതിലൊന്നും സാധനം കണ്ടില്ലെങ്കിൽ അപ്പോൾ പണിൻ്റെ ധൃതിയിൽ നമുക്ക് അതിലൊന്നും ആക്കി വെക്കാനും ടൈം കിട്ടില്ല. അപ്പോൾ അതെന്തായാലും രാത്രി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കിച്ചണിൽ പോസിറ്റിവിറ്റി കിട്ടി നമുക്ക് പെട്ടെന്ന് പണി കഴിയണമെന്നുണ്ടെങ്കിലും ഒരു ക്ലീനായിട്ടുള്ള നല്ല സ്മെല്ലുള്ള നല്ല വൃത്തിയുള്ള ഒരു കിച്ചനായിരിക്കണം. പിന്നെ കിച്ചണിൽ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളത് ഈ ഒരു സൈഡത്തെ ഇങ്ങനെ കബോർഡിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടച്ച് വെച്ചല്ലോ അടുപ്പിൻ്റെ സൈഡ്, അവിടേക്കാണ് വെക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി രാവിലെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ സാധനങ്ങൾ മാറ്റി വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിലൊരു പ്രാവശ്യം നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമുള്ള പണിയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പൊടികൾ, മാറാലകൾ അല്ലെങ്കിൽ പ്രാണികൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇരട്ടി പണിയല്ലേ വരിക. അപ്പോൾ ഇതൊന്നും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശല്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എല്ലാ ബോട്ടിൽസും എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൽ ഉള്ളിൽ ഇതേപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതാണ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നനക്കാൻ പറ്റാത്ത മൾട്ടി വുഡ് അങ്ങനെയുള്ളൊക്കെ കബോർഡുകളും ഷെൽഫുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡോ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ളത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ തുണി മുറുക്കി പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മുറുക്കി പിഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിട്ട് തുടച്ചു കൊടുത്താലും മതിട്ടാ. പക്ഷേ അതാ ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലിൻ്റെ കാര്യം അത് പോവും. പിന്നെ ഈ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ കൂറകളൊക്കെ അങ്ങനെ എന്തെങ്കിലും കാഷ്ടിച്ചതും ഒക്കെ ഉണ്ടാവും കേട്ടോ കിടക്കണേ, നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ അത് ചെറിയ പ്രാണികളൊക്കെ എങ്ങനെയാലും ഏത് കബോർഡിൻ്റെ ഉള്ളിലും കയറും. അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഇതേപോലെയുള്ളതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴൊക്കെയാണ് ഈ കബോർഡിൻ്റെ ഉള്ളിൽ സ്മെല്ല് വരണം കേട്ടോ, ബാഡ് സ്മെല്ല് വരുന്നത്. അതുകൊണ്ടാണ്
നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. പിന്നെ എട്ടുകാലികൾ അങ്ങൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ആഴ്ചയിൽ എല്ലാതും എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവാനുള്ളൊരു ചാൻസ് വരില്ല. മാറാല കെട്ടാനുള്ള ചാൻസ് ഇല്ല, പൊടികൾ വരാനുള്ള ചാൻസ് ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പം അത് ആഴ്ചയിലൊന്ന് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഈ കാണിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കിച്ചണിൽ കൂടുതലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ ക്ലീനിങ്ങിനും ഞാൻ ഓരോരോ സമയങ്ങൾ ഇങ്ങനെ എടുക്കും കേട്ടോ. ഒരാഴ്ചയിൽ ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിൽ ഇങ്ങനെ ഒരു പണിയാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച നമ്മളെ ബെഡ്റൂമോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഹോളോ അങ്ങനെ ഓരോരോ ദിവസം ഒരു ഭാഗമായിട്ട് എടുക്കും കേട്ടോ. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാനുള്ള ഏതെങ്കിലും ഒരു പണി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ പണിയാണ് എന്ന് തോന്നും കേട്ടോ. പക്ഷേ അതൊന്നും ഒരു പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. നല്ലൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടോ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അത് ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അത് പറഞ്ഞത് നമ്മളെ ബോട്ടിൽസ് ഉണ്ടല്ലോ, നമ്മളെ ജാറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അതിങ്ങനെ ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇതിനുള്ളിൽ വെക്കുമല്ലോ, ആ ഒരു സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണാണ്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഈ ഒരു ഹാൻഡ് വാഷ് എന്തെങ്കിലും ഒരു ലിക്വിഡുകൾ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എന്തെങ്കിലും സ്പ്രേ ബോട്ടിലാക്കിയിട്ടാ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് നമ്മളെ കിച്ചണിലുണ്ടെങ്കിൽ അതൊന്ന് നനച്ചിട്ട് അതിൽ ഇന്ന് സ്പ്രേ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബോട്ടിൽസും തുടച്ചിട്ട് വെക്കാൻ വേണ്ടി. നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ ബോട്ടിൽസൊക്കെ എപ്പോഴും. അപ്പോൾ അങ്ങനെ കയ്യിൻ്റെ കലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ, ബോട്ടിൽസിൻ്റെ മുകളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേപോലെ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ട് എന്നും വെക്കണം. പിന്നെ നമ്മൾ ഗ്ലാസ് ജാറുകൾ ഉപയോഗിക്കുന്നവർ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കയ്യിൽ നിന്ന് വീഴാനും ചാൻസൊക്കെ ഉണ്ടല്ലോ, അത് പൊട്ടാനൊക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ എന്നും തുടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മളത് അതിൻ്റെ ഉള്ളൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോട്ടിൽസൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ജാറുകളൊക്കെ എവിടെയാണ്, നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഉണ്ട്. അത് ഇനി നാളെ നേരം വെളുത്തിട്ട് ഞാനത് ഉള്ളിലേക്ക് വെക്കുക. ഉള്ളിലേക്ക് വെക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കിച്ചണിൽ ബാഡ് സ്മെല്ലുണ്ട്, വൃത്തിയില്ല, അല്ലെങ്കിൽ കൂറ ശല്യമുണ്ട്, പാറ്റ ശല്യമുണ്ട്, ബാഡ് സ്മെല്ലുണ്ട്, കബോർഡ്സിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലുണ്ട്, എന്താ ചെയ്യാന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ കമൻസുകൾക്ക് ഞാൻ സംശയങ്ങൾക്ക് നമ്മൾ ഈ കമൻ്റ് ആക്കിയിട്ട് മറുപടി കുറേ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരോ വീഡിയോയിൽ നിങ്ങൾ ചോദിക്കണതിനൊക്കെ ഞാനിങ്ങനെ ഇടാട്ട വീഡിയോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് നല്ല അടിപൊളിയിൽ ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ടിപ്പുകൾ അറിയുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എനിക്കും ഷെയർ ചെയ്ത് തരിക. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന രീതികളും നിങ്ങളായിട്ട് ഷെയർ ആക്കുക വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആരും ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലീസിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കട്ടെ. കമൻസുകളും കൂടി അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. പിന്നെ മുന്നത്തെ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, കമൻസുകൾ അറിയിക്കുന്നുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.